പരാജയഭീതി കൊണ്ടാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയെ തടയുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ട് ചോദിക്കാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവകാശമുണ്ടെന്നും VK ശ്രീകണ്ഠൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വടക്കന്തറയിൽ പ്രചരണത്തിനിറങ്ങിയപ്പോഴാണ് രമേശ് പിഷാരടിയെ ഒരു സംഘം BJP പ്രവർത്തകർ തടഞ്ഞത്. അത് കൗൺസിലറുടെ നേതൃത്വത്തിലാണ്, BJP കൗൺസിലറുടെ നേതൃത്വത്തിലാണ് ആ തടയലുണ്ടായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ VK ശ്രീകണ്ഠൻ MP നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിന്റെ ഈ പറയുന്ന പ്രചരണത്തിന്റെ ഭാഗമായി പോയപ്പോൾ ആണ് ഇത്തരത്തിലുള്ള അനുഭവം പിഷാരടിക്ക് ഉണ്ടായത്. ഈ വടക്കന്തറ മേഖലയിൽ BJPക്ക് ഇത്തരത്തിലുള്ളൊരു ശക്തി, ഒരു കേന്ദ്രം തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെ തടയുന്ന ഒരു വിഷയങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തെ ആകെ തന്നെ അട്ടിമറിക്കുന്നതല്ലേ? ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെ, ഇത്രയും ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടി തന്നെ ഇത്രയും തരം താണ പോലെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഇതിലൊരു കാര്യം വ്യക്തമാണ്, പാലക്കാട് BJP സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങും എന്നുള്ളത് ഉറപ്പാണ്. രമേശ് പിഷാരടി വിജയിക്കുമെന്നുള്ള ആ ഒരു കണക്കൂട്ടലിലാണ് വോട്ടർമാരെ കാണാൻ പോലും അനുവദിക്കാതെ BJP ഇത്രയും പ്രകോപിതരാകാൻ കാരണം. പ്രശ്നം അതിൽ കൗൺസിലറുടെ നേതൃത്വത്തില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരും മത്സരിച്ചിരുന്നു, അവരിതുപോലെ തന്നെ വോട്ട് തേടി വീടുകളിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൗൺസിലർ, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ഒരു കൗൺസിലറുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എല്ലാവരോടും വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. വോട്ട് ചോദിക്കുന്നത് തടസ്സപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിരുദ്ധമാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകുന്നുണ്ടോ? പരാതി ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും കൊടുത്തിട്ടുണ്ട്, പോലീസിനും കൊടുത്തിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് ജനപ്രാതിനിധ്യ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടി ഇത് ശക്തമായി അപലപിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ ഭാഗത്ത്, UDFന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയോ ആക്ഷേപം നടത്തുകയോ തടയുകയല്ല. ഇതിപ്പോൾ ഫിസിക്കൽ ആര് വരെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കണമെന്ന് വെച്ചാൽ പരാജയം ഉറപ്പായ BJPയുടെ സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. BJP കേന്ദ്രം പറയുന്നത് അമ്മമാരാണ് തടഞ്ഞത്, BJP അല്ല, അമ്മമാരാണ് തടഞ്ഞത്. സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയാൽ അവർ പ്രതിഷേധിച്ചാണെന്നാണ്. സ്ത്രീകളൊക്കെ അമ്മമാരുണ്ടല്ലോ, ഈ കൗൺസിലറും സ്ത്രീയാണല്ലോ, അവരും അമ്മയാണല്ലോ. അപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് ഇതിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ രമേശ് പിഷാരയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശം, നിങ്ങൾ ചാനലുകാർ 24 hours റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടോ? ആരും വിശ്വസിക്കാത്ത കള്ളക്കഥ പ്രചരിപ്പിച്ച് അവർ രാഷ്ട്രീയമായിട്ട് പരാജയ ഭീതി പൂണ്ട് അവർ വിരളി പിടിച്ച ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും പരാജയ ഭീതി കാരണമാണ് BJP ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ രീതിയിലുള്ള വിശദീകരണമൊക്കെ ഇതിന് നൽകുന്നതെന്നാണ് VK ശ്രീകണ്ഠൻ MP നമ്മളോട് വ്യക്തമാക്കിയത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.